നമസ്കാരം. കേരളത്തിൽ നിന്നും ജാർഖണ്ഡിലേക്ക് പോകുന്ന ട്രെയിനായ എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം കൂടിയാണ്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ നിഡഡാവലു എന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. സ്റ്റേഷനിലേക്ക് ഇനി 1 കിലോമീറ്റർ കൂടിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. മുന്നിൽ മുഴുവനും കൃഷി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 6:30 സൂര്യനൊക്കെ ഉദിച്ചു വരികയാണ്. ഇപ്പോൾ ഇവിടെ ഔട്ടറിൽ ഇതാ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതുവഴി ഒരു ഡബിൾ ഡെക്കർ വരുന്നതാണ്. ഇത് തിരുപ്പതിയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോകുന്ന ഡബിൾ ഡെക്കറാണ്. വിജയവാഡ ഭാഗത്ത് വരുന്ന മറ്റൊരു ലൈനാണിത്. ഇത് ഔട്ടറിൽ ഇപ്പോഴും വണ്ടി ഉണ്ടത്രേ. 20 മിനിറ്റോളായി ഇവിടെ ഇപ്പം തന്നെ. രാമേശ്വരം ഭുവനേശ്വർ എക്സ്പ്രസ് ആണ്. ഈ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് 2 വഴി വരാം. ഇപ്പം ഈ ട്രെയിൻ വരുന്നത് എലൂരു വഴിയാണ്. നമ്മൾ വന്നത് ഭീമാവാരം വഴി. ഇവിടെ 6 മണിക്കാണ് വണ്ടി എത്തേണ്ടത്. 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇപ്പോൾ വണ്ടി ഇവിടെ എത്തിയത്. B5 കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ നമ്പർ 181-90. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇപ്പൊ ഇവിടെ വന്ന് നിർത്തിയില്ല. അധികം ആൾക്കാർക്ക് ഇവിടുന്ന് കയറാനുണ്ടായിരുന്നില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് രാജമുണ്ട്രിയിലാണ്. ഇവിടുന്ന് 14 കിലോമീറ്റർ പോയാൽ ഒരു നദി എത്തും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദി ഗോദാവരി. അതായത് കോപൂർ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ പോകുന്നത്. അതായത് ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 3rd റെയിൽ കം റോഡ് ബ്രിഡ്ജാണ്. പക്ഷെ അതുവഴി നമ്മൾ കയറി പോകില്ല. അതായത് വിശാഖപട്ടണത്തിൽ നിന്ന് വിജയവാഡ വഴി വരുന്ന വഴിയാണ് ആ റെയിൽ കം ബ്രിഡ്ജ് വഴി ട്രെയിൻ വരുക. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി അതിന്റെ മേളിൽ കൂടെ പോകുന്നില്ല. అనుసంధానమైనది అంబికా దర్బార్ భక్తి రైలు నంబర్ 1864 కేఎస్ఆర్ బెంగళూరు సిటీ భువనేశ్వర్ ప్రశాంతి ఎక్స్ప్రెస్ 1వ నెంబరు ప్లాట్ఫామ్లకు వచ్చి ఉన్నది. గాడి సంఖ్య 8464 కేఎస్ఆర్ బెంగళూరు సిటీ భువనేశ్వర్ ప్రశాంతి ఎక్స్ప్రెస్. നമ്മൾ ഈ ട്രെയിൻ ഇപ്പൊ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്തു പോകും. ഇത് പ്രശാന്തി എക്സ്പ്രസ് ആണ്. അത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ സ്ലീപ്പർ S1 കോച്ചാണ് കാണുന്നത്. നമ്മുടെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ല ഒരു പ്രയോറിറ്റി ഇല്ലാന്ന് പറയാം. പ്രശാന്തി എക്സ്പ്രസ് ഇതാ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഇതിന്റെ അൺറിസർവ്ഡ് ആണിത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഗോദാവരി റെയിൽ കം റോഡ് ബ്രിഡ്ജ് കാണുന്നതാണ്. മുകളിലൂടെ റോഡും താഴെ ഭാഗം വഴി ട്രെയിനും. 4.1 കിലോമീറ്റർ ആണ് അതിന്റെ ആകെ നീളം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇത് പഴയ പാലായിരുന്നു ഈ നടുക്ക് കാണുന്നത്. പാലം കഴിഞ്ഞിട്ടില്ല.
ഭാഗത്ത് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് വെള്ളമില്ല. ഇവിടെ ഈ പാലത്തിന്റെ ഈ സൈഡ് ഭാഗത്ത് തന്നെ കുറച്ച് നല്ലോണം സ്പേസ് ഉണ്ട്. അതുവഴി ഇപ്പോൾ ഒരു ട്രെയിൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി കിട്ടിയേനെ. അത് ഒരുപാട് മാറിയിട്ടാണ് ആ ഒരു പാലം. ഈ പാലത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഇത് നോർമൽ ഒരു പാലം. അതാണ് മെയിൻ. ശരിക്കും ഈ പാലത്തിന്റെ നല്ലൊരു കാഴ്ച ആ പാലം വഴി വരുമ്പോൾ തന്നെയാണ് കിട്ടുക. പാലം കഴിഞ്ഞു ഉടനെ തന്നെ നല്ലൊരു കാഴ്ച കാണാം. ഇവിടുന്ന് ഒരുപാട് ആൾക്കാരെ കാണാം. ഓരോരോ ഘാട്ടുകൾ ഇവിടെ ഉള്ളതായി കാണാം. മണി ട്രെയിൻ ഇപ്പോൾ രാജമന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റി രാജമഹേന്ദ്രവരം എന്നാണ്, പക്ഷേ സ്റ്റേഷൻ്റെ പേര് മാറ്റിയിട്ടില്ല. അവിടെ കൊൽക്കത്തയിലെ ഷാലിമാറിൽ നിന്നും ചാർലപ്പള്ളിയിലേക്ക് പോകുന്ന ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. രാജമന്ത്രിയിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ രാവിലെ ഇഡ്ഡലി, വട, പൂരി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനെല്ലാം കിട്ടും. ഈസ്റ്റ് കോസ്റ്റിലത്തെ അൺറിസർവ്ഡിലത്തെ തിരക്കുണ്ടോ, കുറച്ച് റഷ് വണ്ടിയാണ്. ഈ സ്ഥലം കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രാജമന്ത്രി എന്നൊരു പേരിൽ നിന്ന് രാജമഹേന്ദ്രവരം എന്നൊരു പേരിലേക്ക് റീനെയിം ചെയ്തത്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ചാലൂക്യ ഭരണാധികാരിയായ രാജ നരേന്ദ്രന്റെ പേരിലാണ് ഈ ഒരു സ്ഥലമൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് മുന്നേ ആ ഒരു ബ്രിട്ടീഷ് ഒരു കാലഘട്ടത്തിലാണ് ഇതിന് രാജമന്ത്രി എന്ന് പറഞ്ഞ പേര് കൊടുത്തത്. പിന്നെ ചരിത്രപരമായിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വീണ്ടും രാജമഹേന്ദ്രവരം എന്നൊരു പേരിലേക്ക് വന്നത്. പക്ഷേ സ്റ്റേഷന്റെ പേരൊന്നും മാറ്റില്ല അല്ലേ? ഇല്ല. രാജമന്ത്രി തന്നെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി. ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. 2 ഇഡ്ഡലിയുണ്ട്, 2 വടയുണ്ട്, ചട്നിയുണ്ട്. ഒരു സെറ്റിന് 50 രൂപയാണ് ആയത്. ചട്നിയൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഇത് തേങ്ങ കൊണ്ടുള്ള ചട്നിയൊന്നും അല്ലല്ലോ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് ഇഡ്ഡലിയും ചട്നിയും കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ചൂട് വട അയക്കുന്നതാണ്. വട പിന്നെയും കുഴപ്പമില്ല. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയേ. ഇവിടുന്ന് ഒരു ഓവർടേക്കിംഗ് ആണ്. ട്രെയിൻ വരികയാണ്.
വിജയവാഡ വിശാഖപട്ടണം രത്നാചാൽ എക്സ്പ്രസ് ആണത്. ഇപ്പം മഴയുമുണ്ട്. ഇതിലൂടെ മറ്റൊരു ട്രെയിൻ കൂടെ കടന്നു പോകുന്നത് കാണാം. ചെന്നൈ കൊറമാണ്ടൽ എക്സ്പ്രസ്. ഒമ്പത് 28 ട്രെയിൻ ഇപ്പോൾ സമൽകോട്ട് ജംഗ്ഷനിലെത്തി. അവിടെ ആ ബോർഡിന്റെ അവിടെ തന്നെ കാണാം ചേഞ്ച് ഹിയർ ഫോർ കാക്കിനാഡ. ഇവിടുന്ന് കാക്കിനാഡ പോർട്ടിലേക്ക് 14 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ ഈ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. നമ്മൾ നേരത്തെ ഒരു ഹംസഫറിനെ കണ്ടില്ലേ? ആ പോകുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ പേരൊന്നും വായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും കർണാടകയിലെ ബംഗളൂരിലേക്ക് വന്ന ഹംസഫറാണ്. അതാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ഹംസഫർ എക്സ്പ്രസ്. ഈ ട്രെയിനിലെ ഇതിപ്പോ 2.25 മണിക്കൂർ ഡിലേ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ട്രെയിൻ ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ടെന്ന്. 2.25 മണിക്കൂർ ഡിലേ ഉണ്ടെങ്കിലും ഞാൻ കോഴിക്കോട്ടിരിക്കുന്ന സമയത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നല്ല മഴയാണ്. ട്രെയിനിപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തുണി. ഇന്ന് രാവിലെ മുതലേ ഇങ്ങനെ തന്നെയാണ്. തുണി. ഇവിടെ 8 മണിക്കാണ് വണ്ടി എത്തേണ്ടത്. ഇപ്പൊ 10:30. 2.5 മണിക്കൂറാണ് വണ്ടി ഇപ്പോൾ ഡിലേ. (11:30) ട്രെയിൻ ഇപ്പോൾ അനകാപ്പള്ളി എന്ന സ്റ്റേഷനിലെത്തിയേ. ഇവിടെ എത്തുമ്പോൾ ട്രെയിനിന്റെ ഡിലേ 1 മണിക്കൂർ 10 മിനിറ്റായി കുറഞ്ഞു. നേരത്തെ 2.5 മണിക്കൂർ ഉണ്ടായതാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ വീണ്ടും കുറയും. അത് അവിടെ എത്തുമ്പോൾ പറയാം. ഇടയ്ക്കിപ്പോൾ ശക്തമായ മഴയാണ്. നല്ല രസമാണ് മഴയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ. 2.5 മണിക്കൂർ ഡിലേ ഉണ്ടായ വണ്ടിയാണ്. കഴിഞ്ഞ സ്റ്റേഷനിലെത്തിയപ്പോൾ അത് 1 മണിക്കൂർ 10 മിനിറ്റായി. ഇപ്പോൾ ട്രെയിൻ തുവാഡ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 12 മണിക്കാണ് എത്തേണ്ടത്. 11:52 ബിഫോർ ടൈമിനെ എത്തി. അതാണ് എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്. ഈ ട്രെയിൻ ഇവിടെ നേരത്തെ എത്താൻ കാരണം ഓടിപ്പിടിച്ചതൊന്നുമല്ല, കാരണം ഇതിന്റെ സ്ലാക്ക് ടൈം ഉള്ളത് കൊണ്ടാണ്. നേരത്തെ കഴിഞ്ഞില്ല അനകാപ്പള്ളി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് ദുബായിലേക്ക് 15 കിലോമീറ്റർ ആണ് വരുന്നത്. അതായത് നേരത്തെ കഴിഞ്ഞ സ്റ്റേഷനിലെ ട്രെയിൻ എത്തേണ്ട സമയം 10:40 ഇവിടത്തേക്ക് 15 കിലോമീറ്റർ ഓടിയെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 40 മിനിറ്റാണ്. അതിലൊന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇതേ വണ്ടി എടുത്ത് നോക്കുവാണെങ്കിൽ ടാറ്റാ നഗറിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വണ്ടിയാണെങ്കിൽ ഈ 15 കിലോമീറ്റർ പോകാൻ വേണ്ടി 15 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ അധിക സമയം ഇട്ടത് കൊണ്ട് മാത്രമാണ് ഡിലേ ആയ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓൺ ടൈമായി മാറിയത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഓൾറെഡി വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനൊന്നും പോകുന്നില്ല. നമ്മുടെ ആലപ്പുഴ ധൻബാദ് അങ്ങനെ ഒരുപാട് ട്രെയിനുകളൊക്കെ ആണെങ്കിൽ നേരെ വിശാഖപട്ടണം പോയിട്ട് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് നേരെ വിജയനഗരം ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശാഖപട്ടണം പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് 17 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ദുവാഡ വിശാഖപട്ടണത്തേക്ക് പോകാനുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി. എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി. കാരണം ഇവിടെ റൂഫൊന്നുമില്ല, മഴ കൂടുകയാണ്. വിശാഖപട്ടണം ഭാഗത്തേക്കുള്ള ആ ഒരു ലൈനൊക്കെ നമുക്ക് ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാണാം. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പിന് വിജയനഗരാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തത്. IRCTCന്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. അതെന്തായാലും നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്ന് തരും. മലയുടെ അവിടെയൊക്കെ നല്ല കോട കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന ലൈനില്ലേ, ഇതാണ് നേരെ വിശാഖപട്ടണത്തേക്ക് പോവുക. അതായത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ജഗ്ഗയ്യപാലം. ഇവിടെ നിന്നാണ് ഡിവേഷൻ വരുന്നത്. എന്നിട്ട് ഇത് നേരെ വിശാഖപട്ടണം പോയാലുണ്ടല്ലോ, അവിടുന്ന് ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ടാവും. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇനിയിപ്പം സിംഹാചലം നോർത്ത് ഭാഗത്തേക്ക് പോകും. അവിടെ നിന്നാണ് വിജയനഗരം അങ്ങനെ പോവുക. ആ മലയുടെ മുകൾ ഭാഗത്തേക്ക് നല്ല കോട കാണുന്നില്ലേ?
ഒരു വലിയൊരു വളവാണ്. ഏറ്റവും നല്ലതില്ലേ മഴയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ്. ആ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയും എല്ലാം കൊണ്ടും മനോഹരമാണ്. സിംഹാചലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. വിശാഖപട്ടണം ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ലൈനാണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 2 കണക്റ്റ് ആവും. ട്രെയിൻ ഇപ്പോൾ വിജയനഗരത്തെത്തി. ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം നമ്മുടെ ബെർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. ഇവിടെ 1:20 1:30 ട്രെയിൻ പുറപ്പെടുക. അതായത് 10 മിനിറ്റ് സ്റ്റോപ്പാണുള്ളത്. ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഹിന്ദിയും അതുപോലെ തന്നെ തെലുങ്കും വിജയനഗരം തന്നെയാണുള്ളത്. അതായത് അതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയത് കണ്ടോ, VIZIA. അതായത് നമ്മൾ വായിക്കുക വേറെ തന്നെയാണ്, വിജയനഗരം. ശരിക്കും അത് തെറ്റാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടണമെങ്കിൽ അതാത് സ്ഥലത്തെ പ്രാദേശിക ഭാഷ, ഇവിടുത്തെ തെലുങ്കാണല്ലോ, തെലുങ്കിൽ എഴുതിയതും കറക്റ്റാണ്, ഹിന്ദിയിൽ എഴുതിയതും കറക്റ്റാണ്. 1:30 വിജയനഗരം വണ്ടി എടുത്തു. അവിടെ ഷാലിമാറിന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ആണത്. ഈ ഷാലിമാർ എക്സ്പ്രസിൻ്റെ അത് തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. ഇപ്പോൾ കണ്ട ഷാലിമാർ എക്സ്പ്രസും അരണോയ് എക്സ്പ്രസും വിവേക് എക്സ്പ്രസും അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോവുക ഈ ലൈൻ വഴിയാണ്. നേരെ ബ്രഹ്മപൂര് ഭുവനേശ്വർ വഴി. നമ്മളിനി നേരെ റായഗഡ ആ ഒരു ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് കയറുകയാണ്. ഈ റൂട്ട് വഴി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. വിശാഖപട്ടണത്തു നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന സമത എക്സ്പ്രസ്സിൽ റായ്പൂർ വരെയാണ് അന്ന് യാത്ര ചെയ്തത്. ഓൺലൈൻ വഴി വാങ്ങിച്ച താലി ഇതാണ്. ഏറ്റവും കൂടുതലുള്ളത് ഇതിൽ റൈസ് തന്നെയാണ്, നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെയുണ്ട്. പിന്നെ ചെറിയൊരു പപ്പടത്തിൻ്റെ ഭാഗങ്ങൾ അത് ഇവിടെയുണ്ട്. പിന്നെ ഇത് ഒരു വെജിറ്റബിൾ കറിയാണ്, ഒരു മസാല കറിയാണ്. പിന്നെ ഇവിടെ ഒരു തോരനുണ്ട്. പിന്നെ ഇത് പരിപ്പ് കറിയാണ്. പിന്നെ ഒരു അച്ചാറും ഉണ്ട്. പിന്നെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 2 റൊട്ടി കാണാം. പിന്നെ ഇതില്ലേ, ഇത് സാമ്പാറാണ്. പിന്നെ ടിഷ്യൂവും സ്പൂണും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും സാധനത്തിന് 190 രൂപയാണ് ആയത്. അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഓൺലൈൻ വഴി നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ. ഇപ്പോൾ IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി വാങ്ങിക്കുവാണെങ്കിൽ അത്ര വലിയ പൈസ ഇല്ലെന്ന് അറിയാം. സൊമാറ്റോ വഴി വാങ്ങിക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതലേ ആവുള്ളൂ. ഒരു താലിക്കെല്ലാം 300 രൂപയ്ക്കാണ് കണ്ടത്. പക്ഷെ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 എണ്ണം വാങ്ങി. 2 പേർക്കും കഴിക്കേണ്ട ഒരു ഫുഡ് തന്നെ ഉണ്ട് ശരിക്കും ഇത്. ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് ശരിക്കും രസം പോലെയാണ്. പരിപ്പ് കറിയൊന്നും കുഴപ്പമില്ല, എല്ലാത്തിനും നല്ല ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ട് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രെയിൻ ഇപ്പോൾ പാർവതീപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇതൊരു കിഡിലൻ റെയിൽവേ സ്റ്റേഷൻ, നല്ല വീതിയുണ്ട് പ്ലാറ്റ്ഫോമിനൊക്കെ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ആ ഭാഗത്തേക്ക് മാത്രമാണ് മഴ, ഇവിടെയൊന്നും മഴയൊന്നുമില്ല അല്ലേ. അതുപോലെ തന്നെ ഇത്ര നേരം ആന്ധ്രാപ്രദേശിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ഒഡീഷയിലാണ്. ടോട്ടൽ ഈ ട്രെയിൻ 5 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ്. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ കീഴിലാണ്. ഇനി ആ മുൻഭാഗത്തേക്ക് മുഴുവനും മലനിരകളാണ്. അങ്ങനെ ഒഡീഷയിലേക്ക് എത്തി. ഇവിടെ നല്ലൊരു പാലം കാണാം, ഇതിലൂടെ റോഡാണ്. ഒഡീഷയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ റായഗഡ 4:05 ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം.
ഭാഗത്ത് മുഴുവൻ മലനിരകളാണ്. 5:15 കഴിഞ്ഞു. ഇപ്പോൾ നല്ല ഇരുട്ട് വന്നു, അതാണ്. ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും വലിയ വലിയ മലനിരകൾ തന്നെയാണ്. ഈ സ്റ്റേഷൻ്റെ മുൻഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്നില്ലേ? ഈ സ്റ്റേഷനിൽ ഈ ഭാഗത്ത് തന്നെ 2 ഗുഡ്സ് ട്രെയിനുകളുണ്ട്. മുനിഗുഡ, ഇവിടെ 2 മിനിറ്റാണ് ട്രെയിനിൽ സ്റ്റോപ്പ് ഉള്ളത്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ഇരുട്ടായി വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ ആകാം അല്ലേ? അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു 5:40 ആവുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് വരാനുണ്ട്. തൊട്ട് പറയുന്നുണ്ട്, പക്ഷെ അപ്ഡേറ്റ് നോക്കിയ സമയത്ത് ഇപ്പോൾ അത് 1 മണിക്കൂർ ഡിലേ ആണ്. അതുപോലെ തന്നെ ടാറ്റാ നഗറിൽ വിട്ട രാവിലെ പുറപ്പെട്ട എറണാകുളം വണ്ടി വരാനുണ്ട് ഇവിടെ. അങ്ങനെ മുനിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, റായഗഡ സ്റ്റേഷൻ കഴിഞ്ഞതിൽ പിന്നെ ഇതാ ഇവിടെ വരെ ഇപ്പോഴും ഫോണിന് റേഞ്ച് ഒന്നുമില്ല. രാത്രിക്ക് ഇനിയിപ്പോൾ ഫുഡൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാം? ജിയോയും ഇല്ല, വി ഐയും ഇല്ല, എയർടെലും ഇല്ല. മുനിഗുഡ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലെവൽ ക്രോസിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ വണ്ടി നിർത്തി. ഇപ്പം മറ്റൊരു ട്രെയിൻ കടന്നു വരുന്നത് നമുക്ക് കാണാം. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഈ ട്രെയിൻ ഇനി ബുധനാഴ്ച വെളുപ്പിന് 2 മണിയൊക്കെ ആകുമ്പം എറണാകുളത്തെത്തും. ഇത് 2.5 മണിക്കൂർ ഇപ്പോൾ ഡിലേ ആണ്. ട്രെയിൻ ഇപ്പോൾ കേസിംഗ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഒഡിയ ഭാഷ. ഇവിടെ ട്രെയിന് 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ്. 7:15 ട്രെയിൻ ഇപ്പോൾ ടിറ്റ്ലാഗഡ് ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. TIG എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഈ റൂട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. ഇതൊക്കെ നവീകരണം നടക്കുകയാണ്. ടിറ്റ്ലാഗഡിൽ ഈ ട്രെയിനാകെ 10 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഞങ്ങളുണ്ടല്ലോ ഓൺലൈൻ വഴി നോക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പൽപൂരിൽ നിന്നാണ് ആകെ ഇനി ബുക്ക് ചെയ്യാൻ പറ്റുക. അത്ര വരുന്ന കാത്തിക്കാൻ കഴിയില്ല, കാരണം ഈ ട്രെയിൻ എന്തായാലും എത്തുമ്പോൾ 10 മണി ആവുമല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, ഇഡ്ഡലി വട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നോക്കാം. അതുപോലെ പിന്നെ അതുപോലെ തന്നെ ട്രെയിനിലത്തെ പാൻട്രി ഫുഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി തന്നെയാണ്. അതെ, ഈ ടിറ്റ്ലാഗഡിൽ നിന്ന് വേറെ റൂട്ട് പോകുന്നുണ്ട് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റലായ റായ്പൂർ ഭാഗത്തേക്ക്. അവിടത്തേക്ക് ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ആ റൂട്ട് വഴിക്ക് പോയിട്ടുണ്ട്. ടിറ്റ്ലാഗഡ് റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ 4 വടയും 4 ഇഡ്ഡലിയും കൂടെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെ തന്നെ ഞങ്ങളുടെ കയ്യിൽ പഴവും കേക്കൊക്കെ ഉണ്ട്. പിന്നെ രാത്രിക്ക് ഇതൊക്കെ കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വന്ദേ ഭാരത് വന്നത്. വിശാഖപട്ടണം ദുർഗ് വന്ദേ ഭാരത്. ഇത് റായ്പൂർ വഴി പോകുന്ന വണ്ടിയാണ്. അത് ഇവിടുന്ന് പോയി. टाटा नगर जंक्शन एक्सप्रेस प्लेटफॉर्म नंबर 1 से रवाना होने के लिए तैयार है. 8:38 ഇപ്പം ട്രെയിൻ ഇപ്പോൾ ബലാംഗീർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 3 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെയൊക്കെ നവീകരണമാണ്. എന്ത് പറഞ്ഞാലും എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിന്റെ വാഷേരിന്റെ ഇവിടത്തെയും ടോയ്ലറ്റിന്റെയും വൃത്തി എടുത്തു പറയേണ്ടതാണ്. ഇവർ നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്. വാഷേരിന്റെ ഇവിടെ ആയാലും ഒരു ബ്ലോക്കോ ടോയ്ലറ്റ് ആയാലും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണുള്ളത്. ട്രെയിൻ ഇപ്പോൾ സാമ്പൽപൂരിലേക്ക് എത്തുകയാണ്. ട്രാക്കിനോട് ചേർന്ന് തന്നെ റോഡ് ഉള്ളത് കാണാം.
മഹാനദിയാണ്. ഹിരാകുണ്ട് അണക്കെട്ട് ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ്. പത്ത് 18 ട്രെയിൻ ഇപ്പോൾ സാമ്പൽപൂർ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇതൊരു വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ വന്നത്. 45 മിനിറ്റ് വണ്ടി ഡിലേ ആണ്. സംബൽപൂർ ജംഗ്ഷൻ ഇവിടെ ട്രെയിന് 10 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. ഒരുപാട് ആൾക്കാർ അവിടെ അണ്ടർസേർവ്ഡിന്റെ ഭാഗത്തേക്ക് ഓടി പോയിട്ടുണ്ട്. കാരണം ഈ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അണ്ടർസേർവ്ഡ് കോച്ച് തന്നെയാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണല്ലോ. ഇന്ന് ഒരുപാട് വണ്ടികൾ, അതായത് നമ്മുടെ കേരളത്തിലേക്കുള്ളതും കേരളത്തിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഒന്നിപ്പോൾ നമ്മുടെ എറണാകുളം ടാറ്റാ നഗർ, ഇതിൻ്റെ പുറകെ തന്നെ ആലപ്പുഴ ധൻബാദ് വരാനുണ്ട്. മറ്റൊന്ന് ഹട്ടി എന്ന് എറണാകുളത്തേക്കുള്ള ഒരു എക്സ്പ്രസ്, അത് വീക്കിലി വേണ്ടിയാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 10:30 ഒരു സവിശേഷതയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴ ധൻബാദും അതുപോലെ തന്നെ ധൻബാദ് ആലപ്പുഴ ഇവിടെ എത്തുന്ന കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ 10:30 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ഒക്കെ ആവും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് റൗർക്കേല വഴിയാണ്. ഈ 3 വണ്ടികളും റൗർക്കേല വരെ ഒരേപോലെയാണ് പോകുന്നത്. റൗർക്കേലയിൽ നിന്ന് നമ്മൾ നേരെ ടാറ്റാ നഗറിലേക്ക് പോകും, അത് നേരെ റാഞ്ചി ഭാഗത്തേക്ക് പോകും. ഇനിയിപ്പോൾ നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാം. കാരണം എന്തായാലും വണ്ടി എന്തായാലും ഡിലേ ആവും. സമയം രാവിലെ 5:45. ട്രെയിൻ ഇപ്പോൾ ടാറ്റാ നഗറിലേക്ക് എത്താനായി. ഇനി സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഇപ്പോൾ ഔട്ടറിൽ വണ്ടി വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ജംഷഡ്പൂർ സിറ്റിൻ്റെ ഒരു കാഴ്ച. എറണാകുളത്ത് നിന്നും 2296 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ ജാർഖണ്ഡിലെ ടാറ്റാ നഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 5 മണിക്കാണ് എത്തേണ്ടത്, ഇപ്പോൾ 6 മണിയായി. അതായത് 1 മണിക്കൂറാണ് വണ്ടി ഡിലേ. അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. സ്റ്റേഷന്റെ കോഡ് ടാറ്റ എന്നാണ്, TA. ടാറ്റാ നഗർ ജംഗ്ഷൻ. ഈ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനിപ്പോൾ ഇന്ന് ഇവിടുന്ന് പ്രൈമറി മെയിൻ്റനൻസും ക്ലീനിങ്ങും കഴിഞ്ഞ് നാളെ മാത്രമേ എറണാകുളത്തേക്ക് പുറപ്പെടുള്ളൂ. രാവിലെ 5 മണിക്കാണിത് ഇവിടുന്ന് പുറപ്പെടുക. അതുപോലെ തന്നെ ഈ ട്രെയിൻ ചക്രധാർപൂർ ഡിവിഷൻ്റെ കീഴിലുള്ള ട്രെയിനാണ്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ബംഗാളിലേക്കാണ്, അതായത് കൊൽക്കത്തയിലേക്കാണ്. ഇപ്പം 6:03 6:05 സ്റ്റീൽ എക്സ്പ്രസ് ഉണ്ട്, അതിനെന്തായാലും പോകാൻ പറ്റില്ല. ഈ വണ്ടി ഡിലേ ആകുമോയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ട്രെയിൻ പോലും ബുക്ക് ചെയ്യാതെ നിന്നത്. നമുക്ക് ഏത് വണ്ടിയാണുള്ളതെന്നൊക്കെ നോക്കി പോവാം. ഈ ട്രെയിൻ ഇവിടുന്ന് കുറച്ചും കൂടെ വൈകിട്ട് പുറപ്പെടുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടേനെ. നല്ലൊരു വണ്ടിയാണിത്. നമ്മുടെ വണ്ടി ഡിലേ ആയിപ്പോയി, അതാണ് പ്രശ്നം. പിന്നെ ഇങ്ങോട്ടൊന്ന് വരുമ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ടാറ്റാ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങ് അവിടെ ഒരു ലോക്കോമോട്ടീവ് ഒക്കെ കാണാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഐ ലവ് ടാറ്റാ നഗർ എന്നൊക്കെ ഉള്ളൊരു ബോർഡൊക്കെ അവിടെ കാണാം. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ടാറ്റാ നഗർ. ഈ ഭാഗത്ത് ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇതുവഴി പോവാം. പ്രധാനപ്പെട്ട റോഡൊക്കെ അതുവഴിയാണ്. ഈ ഭാഗത്ത് പാർക്കിംഗ് ഏരിയ, ഓട്ടോകളൊക്കെ വന്ന് നിർത്തുക ഇവിടെയാണ്. ഒരുപാട് സ്ഥലമുണ്ട് സ്റ്റേഷൻ്റെ പുറത്ത്. ഇത് ഈ ഭാഗത്തേക്കായാലും ശരി, ഇതാ ആ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റാ ഭാഗമായാലും ശരി. പിന്നെ മൊത്തത്തിലൊരു മൂടിയിരിക്കുകയാണ് എല്ലായിടത്തും.
ഇത് ബസ്സൊക്കെ അതുവഴി പോകുന്നത് കാണാം. ഒരുപാട് ധാബകളൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ്. ജാർഖണ്ഡിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ജംഷഡ്പൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായ നഗരം കൂടിയാണ്. ഏത് വ്യവസായം എന്ന് പറയുകയാണെങ്കിൽ സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാനുഫാക്ചറൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു നഗരത്തിന് ജംഷഡ്പൂർ എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ജംഷഡ്ജി നസർവാൻജി ടാറ്റയാണ് ഈ പറഞ്ഞൊരു നഗരം സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൽ ഈ നഗരം അറിയപ്പെടുന്നത് ജംഷഡ്പൂർ എന്ന്. അദ്ദേഹത്തിൻ്റെ മകനായ ദൊറാബ്ജി ടാറ്റയാണ് ഈ പറഞ്ഞ ആധുനിക ജംഷഡ്പൂരൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായത്. ടാറ്റ ഗ്രൂപ്പിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു നഗരം കൂടിയാണിത്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ടാറ്റ നഗരൊക്കെ എന്ന് വന്നത്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഇവിടുന്ന് ഏതെങ്കിലും ഒരു ട്രെയിൻ കയറി നേരെ കൊൽക്കത്തയിലേക്ക് പോകാനാണ്. ഈ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാവും. കാരണം ഇവിടുന്ന് പോകുന്ന ട്രെയിനൊക്കെ നല്ല തിരക്കാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങോട്ട് വരുന്ന ഈ ട്രെയിനിൻ്റെ ഡിലേ നോക്കിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാറുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്ത എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ്സിൽ ഒരു 90% ആൾക്കാരും ഈ ബംഗാൾ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ തന്നെയാണ്. അവരൊക്കെ ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് പോകുന്ന ഓരോ ട്രെയിനിൻ്റെ അണ്ടർസോണിലൊക്കെ കയറി പോകാല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ. അതായത് കേരളത്തിൽ നമ്മുടെ ഇവിടെ നിന്നോട്ട് വരുന്ന കൊൽക്കത്ത ഭാഗത്തേക്ക് ഒരുപാട് വണ്ടികളില്ലേ, എല്ലാത്തിലും വെയിറ്റ് ലിസ്റ്റ് ആണ്. ടിക്കറ്റ് പെട്ടെന്ന് കിട്ടുന്നത് ടാറ്റാ നഗർ വണ്ടിക്കാണ്. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ടാറ്റാ നഗറിന്റെ അപ്ഡേറ്റ് നോക്കിയ സമയത്ത് എല്ലാം ലേറ്റ് 7 മണി 7:30 എത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ പറഞ്ഞ മനു പറഞ്ഞ പോലെ അങ്ങോട്ടേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്യാത്തത്. അതോടൊപ്പം തന്നെ ഒരു വന്ദേ ഭാരത് ഉണ്ട് നമ്മുടെ റാഞ്ചിന്ന് വരുന്നത്. അതാണെങ്കിൽ ഇന്ന് സർവീസും ഇല്ല. അത് ഇന്ന് മാത്രമില്ല, അല്ലെങ്കിൽ അതിന് പോയായിരുന്നു. അതൊരു 9 മണി സമയത്താണ് ഇവിടുന്ന്. കുഴപ്പമില്ല, എങ്ങനെയൊക്കെ പോകാൻ നോക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ നേരെ കാണുന്നതായിരിക്കും. ബൈ.